എനിക്കിപ്പം വയസ്സ് 70ആയി. ഈ 70 വയസ്സിനിടയിൽ 2 തവണ മന്ത്രിയാകാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. 2 തവണ മന്ത്രിയാകാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ ഒരു നിമിഷമെങ്കിലും മന്ത്രി പദവിയിലിരിക്കാൻ ആഗ്രഹിച്ച് പണി 18 പയറ്റി അമ്പയെ പരാജയപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ പതിച്ച് ജീവിതം അർത്ഥശൂന്യമെന്ന് അടിവരയിട്ട് പറഞ്ഞുറപ്പിച്ച് മന്ത്രിപ്പണി ആർക്ക് വേണം എന്ന് പലവട്ടം പറഞ്ഞ് സ്വയം ആശ്വസിച്ച് ഉണ്ടും ഉറങ്ങിയും ചാനൽ യുദ്ധങ്ങൾ കണ്ടും വർത്തമാനപത്രങ്ങൾ വീണ്ടും വീണ്ടും കമ്പോട് കമ്പ് വായിച്ചും മുക്കിയും മൂളിയും പുലമ്പിയും യൂട്യൂബിലെ പരദൂഷണ കൊച്ചുവർത്തമാനങ്ങൾ കേട്ടും ദിവസങ്ങൾ ഒരുവിധം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന പലരുടെയും മുഖം പഴകിയ ഉപ്പുമാങ്ങ പോലെ ചുക്കിച്ചുളിയുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ മലയാളിയുടെ സഹജ സ്വഭാവമായ അസൂയയുടെ മുൾമുനകൾ നീണ്ടുവരുന്നതും താൻ മന്ത്രിയായ കാര്യം കേൾക്കാൻ ഞങ്ങൾക്കും മനസ്സില്ല എന്ന് പറഞ്ഞ് ചാനൽ മാറ്റാൻ അവർ വിരലനക്കുന്നതും ഞാൻ അറിയുന്നുണ്ട്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും കത്തിച്ചുവിടുന്ന റോക്കറ്റ് പോലെ പായുന്ന മന്ത്രി പുങ്കവൻ്റെ കൊടിവെച്ച കാറും കാക്കിക്കുപ്പായക്കാരുടെ മുക്കിനുള്ള സല്യൂട്ടും സ്വപ്നം കണ്ടു കഴിയുന്ന, ഉറങ്ങുമ്പോൾ പോലും അലക്കി തേച്ചതല്ലാതെ മറ്റൊന്നും ധരിക്കാത്ത യുവമന്ത്രിമോഹികൾ മന്ത്രിക്കസേരയിലേക്കുള്ള വഴി സംബന്ധിച്ച എന്തെങ്കിലും സൂചന ഇയാൾ പറയുന്നതിലുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് താൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം, എന്നാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താൻ തയ്യാറല്ല എന്ന കാഴ്ചപ്പാടുള്ളവരാണെങ്കിലും കണ്ണും കാതും കൂർപ്പിച്ച് ഇടയ്ക്കറിയാതെ വായിക്കോട്ട വിട്ടും മനക്കോട്ട കൂടുതൽ ശക്തമാക്കിയും എൻ്റെ മുന്നിൽ കുത്തിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പ്രധാനികളായ ഈ 2 കൂട്ടരോടും നിർലോഭമായ അനുകമ്പയുള്ളതുകൊണ്ടും അവരെ ഇനിയും സസ്പെൻസിൽ നിർത്തുന്നത് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ ഓടിച്ചുവിടുന്നത് പോലെ മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടും ആ രഹസ്യം ഞാൻ ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ മന്ത്രിയായത് എൻ്റെ സ്കൂൾ കോളേജ് പഠനകാലത്താണ്. പ്രായപൂർത്തി വോട്ടവകാശം എന്ന ഏതൊരു പൗരൻ്റെയും ജന്മാവകാശം എനിക്ക് ചാർത്തിക്കിട്ടുന്നതിന് മുമ്പാണ്. എൻ്റെ ചൂണ്ടുവിരലിൽ ജനാധിപത്യത്തിൻ്റെ കരിമഷി അടയാളം പതിപ്പിക്കുന്നതിനുള്ള അവകാശം ഞാൻ നേടിയെടുക്കുന്നതിന് മുമ്പാണ്.